ആട് 3 ഉറപ്പായിട്ടും ബോക്സ് ഓഫീസ് മാർച്ച് 19 വേൾഡ് വൈഡ് റിലീസാണ്. ആട് 3 മിഥുൻ മാനുവൽ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം. ഇതിന്റെ ട്രെയിലർ കാണുമ്പോൾ 3 മിനിറ്റ് ചിലവരുണ്ട്. അതിന്റെ ട്രെയിലർ നല്ല ഗംഭീര ട്രെയിലർ. മാർച്ച് 19 ദുരന്തർ ഉണ്ട്, നമ്മുടെ ടോക്സിക് ഉണ്ട്, ആട് 3 ഉണ്ട്. ഞാൻ ഉറപ്പായിട്ടും ആദ്യം കാണുന്ന സിനിമ ആട് 3 തന്നെ ആയിരിക്കും. കാരണം വേറൊന്നുമല്ല, ഇതിന്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമ്മൾ കുറേ ചിരിക്കാനുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു 20-30% മാത്രം ചിരി കൂട്ടിയാൽ തന്നെ ഈ സിനിമ അതിഗംഭീര വിജയമായിരിക്കും. ബോക്സ് ഓഫീസ് തൂക്കിയടിക്കുന്ന വിജയമായിരിക്കും. കാരണം വേൾഡ് വൈഡിൽ നല്ല രീതിയിൽ ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. കാരണം 2 പ്രൊഡക്ഷൻ ഹൗസ് ചേർന്നാണ് ഫ്രൈഡേ ഫിലിംസിന്റെ വിജയ് ബാബുവും കാവ്യ ഫിലിംസോട് ചേരുമ്പോൾ അത് നല്ല രസമുണ്ട്. ആ ക്യാൻവാസ് കാണുമ്പോഴേ അറിയാം, നല്ല ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിരിക്കും. ഇതിനകത്ത് വലിയ ലോജിക്കോ വലിയ ത്രില്ലിങ് സാധനങ്ങളോ ഒന്നും വേണ്ട. ഇവരുടെ ക്യാരക്ടേഴ്സ് എല്ലാം നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്താൽ തന്നെ നമ്മൾ ഇവരെ ട്രെയിലറിൽ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. വിനായകനായാലും ജയസൂര്യ ആയാലും എല്ലാവരും ഒന്നിനൊന്നും അടിപൊളിയാണ്, സൂപ്പറായിട്ടുണ്ട്. അതായത് അടിപൊളി ട്രെയിലർ. അന്നേരം ഈ ട്രെയിലറിന്റെ ഈ പറഞ്ഞ പോലെ ഒരു ഇരട്ടി സാധനം നമുക്ക് സിനിമയെ കിട്ടിയാൽ ആട് 3 പൊളിക്ക്. മാർച്ച് 19 വേൾഡ് വൈഡ് റിലീസുമാണ്. അന്നേരം ഷാജി പാപ്പാൻ തൂക്കുമോ ഈ വർഷം? എന്തായാലും നിങ്ങൾ നിങ്ങളുടെ കമന്റ്സ് പറയുക. മാർച്ച് 19 നിങ്ങൾ 3 സിനിമയാണ്, ദുരന്തർ, ടോക്സിക്, ആട് 3. നിങ്ങൾ കാണുന്ന സിനിമ ഉറപ്പായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക.